ഞാൻ രാവിലെ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിരുന്നു. അതിൻ്റെ അകത്ത് പറഞ്ഞിരുന്നത് ഇസ്രായേലിൽ ലെബനൻ പിടിക്കും. ഇപ്പോൾ വാർത്ത വരുന്നു, ഏകദേശം 190ഓളം ലെബനീസ് പൗരന്മാർ ഇസ്രായേലി അറ്റാക്കിൽ കൊല്ലപ്പെട്ടു. മറ്റൊരു വാർത്ത വരുന്നു, ചൈനീസ് ഗവൺമെന്റ് ഇസ്രായേലിലുള്ള ചൈനീസ് ആയിട്ടുള്ള ജോലി ചെയ്യുന്നവരും ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ടവരും അവിടെ വ്യാപാരം ചെയ്യുന്നവരോടും എത്രയും വേഗം ഇസ്രായേലിൽ നിന്നും പോകുവാൻ ആവശ്യപ്പെട്ടു. മനസ്സിലാക്കുക, ഒരാഴ്ച എന്നല്ല പറഞ്ഞ് എത്രയും വേഗം. ഈ അടുത്ത പോയിന്റ്, ഇസ്രായേലി IDFന്റെ സ്പോക്സ് പേഴ്സൺ ഇപ്പം ഒരു പത്രസമ്മേളനത്തിൽ കൂടെ പറഞ്ഞു, അല്ല മീഡിയ ബ്രീഫിങ്ങിൽ പറഞ്ഞു, വീഡിയോയിൽ കൂടെ പറഞ്ഞു, ലെബനീസ് പൗരന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ വീടുകളിൽ ഹിസ്ബുള്ളക്കാര് നിങ്ങളുടെ വീടിന്റെ മുകളിൽ റോക്കറ്റ് ലോഞ്ചറോ മറ്റുള്ള മിസൈലോ ക്രൂസ് മിസൈലോ വെക്കുകയാണെങ്കിൽ നിങ്ങൾ ആ വീട്ടിൽ നിന്നും എങ്ങോട്ടെങ്കിലും പോകണം. കാരണം ആ വീടുകൾ ഞങ്ങളുടെ ടാർഗറ്റാണ്. മനസ്സിലാക്കുക, വാറ് എസ്കലേറ്റ് ചെയ്യുകയാണ് ഇഷ്യൂ. ഇനിയും പറയാം എന്താണ് ഈ ഹിസ്ബുള്ള ചെയ്യുന്നത്. കാരണം പ്രകോപിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇപ്പം നസ്രയത്തിൽ അറ്റാക്ക് ചെയ്യുന്നു, ഇനി ജെറുസലേമിൽ അവർ അറ്റാക്ക് ചെയ്യുമെന്ന് പറയുന്നു. അതേപോലെ ജീസസ് ക്രൈസ്റ്റിന്റെ ജനിച്ച സ്ഥലമായ ബേദലഹേം, അത് ഇസ്രായേലിന്റെ കസ്റ്റഡിയിലല്ല, അത് വെസ്റ്റ് ബാങ്കിലാണ്, പലസ്തീൻ കസ്റ്റഡിയിലാണ്. അവിടെയും അറ്റാക്ക് ചെയ്യുമെന്ന് അവരുടെ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ കൂടെ പറയുവാൻ തുടങ്ങി. അതായത് ഉണ്ടാകാൻ പോകുന്ന ഈ വാറ് ഒരു ക്രിസ്ത്യൻ വേഴ്സസ് മുസ്ലിം അല്ലെങ്കിൽ ജൂയിഷ് വേഴ്സസ് മുസ്ലിം എന്ന രീതിയിലുള്ള വ്യാഖ്യാനം കൊടുത്തിട്ട് മറ്റുള്ള ഇസ്ലാമിക രാജ്യങ്ങളും കൂടെ അവരുടെ കൂടെ നിൽക്കണം. ഇതാണ് അവരുടെ ഡിമാൻഡ്. ആ രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അതിന്റെ പേരിലാണ് ഇസ്രായേൽ ഒഫീഷ്യൽ ട്വീറ്റ് ചെയ്തത്, നസറേത്ത് സിറ്റിയിൽ, ജീസസിന്റെ സിറ്റിയിൽ അറ്റാക്ക് ചെയ്തു. അപ്പൊ ഈ വാറിന്റെ അടുത്ത സംഭവം ആലോചിക്കുക. ഇസ്രായേലിലെ ഫോഴ്സുകളെ മറ്റു പല ഭാഗത്തു നിന്ന് ട്രെയിനിങ് ഫോഴ്സുകളെ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്ന ഫോഴ്സുകളെയും കൂടെ ഇവിടെ ഈ ഭാഗത്തോട്ട് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഹിസ്ബുള്ള എന്ന് പറയുന്നത് നേരത്തെ 100 കിലോമീറ്റർ ആയിരുന്നു ഇസ്രായേലിന്റെ ബോർഡറിൽ നിന്ന് മാറിയത്. അവരത് 200 കിലോമീറ്റർ അകത്തോട്ട് പോയി. കാരണം ഇവർക്കറിയാം ഈ ഇസ്രായേലി ഡ്രോൺസ് ഇവരെ മുഴുവനും നോക്കുന്നുണ്ട്, ഇവരുടെ മൂവ്മെന്റ് നോക്കുന്നുണ്ട്, എവിടെയും കൊണ്ടെടുത്ത് തട്ടും. ഇപ്പം ഈ പേജർ, വോക്കി ടോക്കി, ടെലിഫോൺ ബോംബുകളോടുകൂടി ഹിസ്ബുള്ളയുടെ ടെലികമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് അങ്ങ് ഡിസ്മാൻഡിലായി. കാരണം ഫോൺ എടുത്ത് അത് പൊട്ടിത്തെറിക്കുന്നു, പേജർ പൊട്ടിത്തെറിക്കുന്നു, മൊബൈൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല, അവരെ പൂർണ്ണമായിട്ടും മാറ്റി. അതേപോലെ ഇന്റർകോം പൊട്ടിത്തെറിക്കുന്നു, ലാപ്ടോപ്പ് പൊട്ടിത്തെറിക്കുന്നു, ടെലിവിഷൻ പൊട്ടിത്തെറിക്കുന്നു. ഒരു ടെലികമ്മ്യൂണിക്കേഷൻ ഹിസ്ബുള്ളക്ക് ഇല്ലാതായി. അതും അവർ ചെയ്യുന്നത് ജനങ്ങൾ താമസിക്കുന്ന സദേൺ ലെബനൻ, അതായത് ബെയ്റൂട്ട് ആ ഭാഗത്തു നിന്നും ജനങ്ങൾ താമസിക്കുന്നിടത്താണ് ഇവർ കൊണ്ട് ഈ വെപ്പൺസ് വെച്ചിരിക്കുന്നത്. കാരണം അവരുടെ ഇസ്രായേലി വീഡിയോ പുറത്ത് വിട്ടിട്ടുണ്ട്, എവിടൊക്കെയാണ് ഇവർ വെപ്പൺ വെച്ചത്. കാരണം ഇവർക്കിത് ഡ്രോൺ വെച്ച് കിട്ടുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്. ഇതിൽ അവിടെ താമസിക്കുന്ന ജനങ്ങൾ കൊല്ലപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഇവര് എയർ റെയ്ഡ് പലപ്പോഴും ലിമിറ്റഡ് രീതിയിലാക്കിയിരിക്കുന്നത്. പക്ഷെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുമ്പം അതിന്റെ ലോഞ്ചിങ്ങും പരിപാടിയിൽ ഇവർ കയറി അറ്റാക്ക് ചെയ്യും. അതിന്റെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ പറഞ്ഞത്, നിങ്ങൾ ആ ഭാഗത്തു നിന്ന് മാറി, ഞങ്ങളുടെ അറ്റാക്ക് തുടങ്ങാൻ പോവുകയാണ്. പിന്നെ ഇസ്രായേൽ ചെയ്തിരിക്കുന്നത് ഏകദേശം 5 കിലോമീറ്റർ ബോർഡറിലുള്ള എല്ലാവരോടും അവിടുന്ന് മാറ്റി താമസിപ്പിച്ചു. അതായത് വാർ ഈസ് എമിനന്റ്, ആ രീതിയിലാണ് പോകുന്നത്. ഇതിനെ അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇറാൻ നിശബ്ദമായിട്ട് ഒന്നും മിണ്ടുന്നില്ല. ഇനി ഹമാസിന്റെ കാര്യങ്ങളാണെങ്കിൽ ഹമാസ് എവിടെ പോയെന്ന് പോലും അറിയാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഹമാസിന്റെ ആൾക്കാർ പലരും ഈ തുരങ്കം ഉണ്ടാക്കിയിട്ട് ചിലർ ഈജിപ്തിന്റെ ഭാഗത്തോട്ടും ചിലർ ലെബനൻ ഭാഗത്തോട്ടും വെസ്റ്റ് ബാങ്കിൽ നിന്ന് ലെബനിലോട്ട് കയറിയിട്ടുണ്ട് എന്നുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഒരു കാര്യം വ്യക്തം, ഉണ്ടാകാൻ പോകുന്ന വാറ് മിഡിൽ ഈസ്റ്റിൽ പ്രശ്നമുണ്ടാക്കും. അത് മലയാളികളെയും ബാധിക്കും. കാരണം ഈ പറയുന്ന മറ്റുള്ള അറേബ്യൻ രാജ്യങ്ങൾ, അതായത് സൗദി അറേബ്യ ആണെങ്കിലും ജോർദാൻ ആണെങ്കിലും UAE ആണെങ്കിലും കുവൈറ്റ് ആണെങ്കിലും, കാരണം ഇവിടെയൊക്കെ അമേരിക്കൻ ബേസ് ആണുള്ളത്. ഹിസ്ബുള്ളയുടെയും ഇസ്ലാമിക് ടെറർ ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞ ജൂയിഷ് സ്റ്റേറ്റും അമേരിക്കയാണ്. അതുകൊണ്ട് ഇവിടെ ഒന്നും നടന്നില്ല, അങ്ങോട്ട് കയറി ഫയർ ചെയ്യും. അതാണ് ഇറാഖ് വാർ ഉണ്ടായ സമയത്ത് എവിടെയില്ലാത്ത സൗദിയിലും എവിടെയില്ലാത്ത UAE ഇവർ ഫയർ ചെയ്തത്. അപ്പൊ അങ്ങനെയുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. കാരണം വാർ എസ്കലേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത്
എന്ത് വില കൊടുത്തും എസ്കലേഷൻ ഒഴിവാക്കും. ഇറാൻ വളരെ നിശബ്ദമാണ്. നിങ്ങളിപ്പം വളരെ രസകരമായ മറ്റൊരു വാർത്ത നിങ്ങൾ കണ്ടു കാണും. ഇറാനിയൻ പ്രസിഡന്റ് മുഹമ്മദ് റൈസി അദ്ദേഹം കൊല്ലപ്പെട്ടത് പേജർ ബോംബിൽ. ആദ്യമേ ഞാൻ പറഞ്ഞു, ഈ അവരുപയോഗിച്ച പഴയകാല അമേരിക്കൻ ഹെലികോപ്റ്റർ, അവർ 3 ഹെലികോപ്റ്ററാണ് കോൺവോയ് ആയിട്ട് പോയത്. ഈ ഹെലികോപ്റ്റർ മാത്രം എങ്ങനെ പൊട്ടി? ഇതാണ് ചോദ്യം ഉണ്ടായത്. അന്ന് ഞാൻ ഈ ചോദ്യം ചോദിച്ചപ്പം പലരും അതിനെ കളിയാക്കി. പക്ഷേ ഇന്ന് ഇറാന്റെ അവരുടെ തന്നെ ഒരു മെമ്പർ ഓഫ് പാർലമെന്റ് പറയുന്നു, അവരുടെ പ്രസിഡന്റ് ഈ പേജർ, അതായത് ഹിസ്ബുള്ളയ്ക്ക് കൊടുത്ത പേജറിന്റെ പണം കൊടുത്തത് ഇറാനാണ്. ഈ ഹിസ്ബുള്ളയ്ക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ പേജർ വാങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് അവർ മറ്റൊരു രാജ്യത്തു നിന്ന് പോയിട്ടാണ് ഇത് ഔട്ട്സോഴ്സ് ചെയ്തിട്ട് ഈ പേജർ ആദ്യം വരുന്നത് ഇറാനിലാണ്. അപ്പൊ അതിൻ്റെ അകത്തുനിന്ന് പല പേജറും ഇറാന്റെ പല ഒഫീഷ്യൽസും ഉപയോഗിക്കുന്നുണ്ട്. അവിടെ ഉണ്ടായ കാഷ്വാലിറ്റിയെ പറ്റി ലോകം അറിയുന്നില്ല, അവിടെയും പൊട്ടിയിട്ടുണ്ട്. ഇപ്പൊ എന്താണെന്നൊരു യഥാർത്ഥ കാര്യം വരുവാനേ ഉള്ളൂ. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇസ്രായേലി ഓപ്പറേഷൻ എന്ന് പറയുന്ന അണ്ടർ കവീറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനൊക്കെ അപ്പുറത്താണ് ഈ പോകുന്നത്. എന്തിനാണ് ഇബ്രാഹിം റൈസിയെ തട്ടിയത്? കാരണം അവരുടെ ഇസ്രായേലിലോട്ട് വെപ്പൺസ്, ഡ്രോൺസും മിസൈലും വിട്ടു. അതിന് പ്രതികാരമാണ് അയാളെ തട്ടിയത്. അത് അവിടെ വരാൻ പോകുന്ന ഏത് ഭരണാധികാരിക്കും താക്കീതാ. അതുകൊണ്ടാണ് ഇസ്മായിൽ ഹാനിയെ തട്ടിയിട്ടും പുതിയ ഭരണകർത്താവ് ഇപ്പം തട്ടും അപ്പം തട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തുണ്ടായി? ഇറാൻ പറഞ്ഞതാണ് ഇസ്രായേലിനെ ഭൂമുഖത്ത് നിന്നും മാറ്റും. എവിടെ പോയി? ഹിസ്ബുള്ള പറഞ്ഞു, ഹൂത്തികൾ പറഞ്ഞു, ഹമാസ് പറഞ്ഞു, എവിടെ പോയി? ഇവിടെ ആരെയും കാണാനില്ല. ഇവരുടെ ഓരോ നേതാക്കളും തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വാർ എസ്കലേഷൻ ചെയ്യും, മിഡിൽ ഈസ്റ്റിൽ ഇത് പ്രശ്നമുണ്ടാകും, മിഡിൽ ഈസ്റ്റ് എക്കോണമിക്ക് അത് ബാധിക്കും, ഗ്ലോബൽ രാജ്യങ്ങൾ അതിൻ്റെ ഇടപെടുന്ന രീതിയിൽ അതിന് ഇസ്ലാം വേഴ്സസ് ക്രിസ്ത്യൻ, ഇസ്ലാം വേഴ്സസ് ജൂയിഷ് എന്നുള്ള രീതിയിലാക്കാൻ വേണ്ടിയാണ് ഇറാനും ഹിസ്ബുള്ളയും ഈ മറ്റുള്ള ടെറർ ഗ്രൂപ്പുകൾ ശ്രമിക്കുന്നത്. അത് എത്ര കണ്ട് വിജയിക്കുമെന്ന് അറിയാൻ എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ചില കാര്യങ്ങളിൽ ഇസ്രായേലുമായിട്ട് തെറ്റി നിന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ജീസസ് ക്രൈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഹോളി ലാൻഡിൽ അറ്റാക്ക് ചെയ്തതിൻ്റെ പേരിൽ അവരൊന്നിക്കും. അത് ഇസ്രായേലിന് സപ്പോർട്ടാവും. അത് അവർ പല രീതിയിൽ ഇവരെ സഹായിക്കുകയും ചെയ്യും. ചിലപ്പം മറ്റൊരു വീഡിയോയിൽ ഇതിനെപ്പറ്റി ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. 30 വർഷം മുമ്പ് ഇസ്രായേലിൻ്റെ ഒരു ജനറല്, അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഇതാഖ് റബീന് കൊടുത്തൊരു ലെറ്റർ ഉണ്ട്. അപ്പൊ ആ ലെറ്ററിനകത്ത് പറയുന്നൊരു സംഭവമുണ്ട്. എന്താണ് ലെബനൻ, എന്താണ് ഇസ്രായേൽ നിലനിൽക്കുവാൻ വേണ്ടി ചെയ്യേണ്ടത്, അതിനെപ്പറ്റി അടുത്ത വീഡിയോയിൽ പറയാം.